ഹായ്! പെരുന്നാളിൻ്റെയും അതുപോലെ വിഷുവിൻ്റെയും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പ്ലാൻസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 16-ാം തീയതിയാണ്. നമ്മളൊരു 30-നും 35-നും ഇടയ്ക്ക് ആളുകൾക്ക് കൊറിയർ അയച്ചിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്തിട്ടില്ല എത്ര പേർക്ക് അയച്ചു എന്നുള്ളത്. ട്രാക്കിംഗ് ഐ ഡി ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പേർക്ക് അയച്ചു എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാലോ, ഹോളിഡേയ്സിൽ നമ്മൾ അയച്ചാൽ, അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷു, ഈസ്റ്റർ, പെരുന്നാൾ സമയങ്ങളിലൊക്കെ അയച്ചാൽ ആ ഒരു സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഒരുപാട് പോകുന്ന സമയമാണ് കൊറിയർ വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും ആദ്യം കൊടുക്കുക. ലൈവ് പ്ലാൻസ് ഒക്കെ അവർ മാറ്റി വെക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് കേടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് മുതൽ നമ്മൾ റെഗുലറായി, അതായത് ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ലീവൊന്നും വരാനില്ലല്ലോ, നമുക്ക് എന്നും അയക്കാം. ഇനിയൊരു ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ പലതരം പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിട്ടാണ് അധികം പോയിട്ടുള്ളത്. റോസ്മേരി, മെലാസ്റ്റോമകൾ, അതുപോലെ വിങ്ക കോംബോ, ഡയാന്തസ് കോംബോ, കറിവേപ്പില, ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, അങ്ങനെ പല പല പ്ലാന്റ്സിൻ്റെ പല രീതിക്കുള്ള കോമ്പിനേഷനാണ് എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം അയച്ചു. ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ കൊറിയർ ഉണ്ട്. ഓരോ ദിവസവും അയക്കുന്നവരുടെ ട്രാക്കിംഗ് ഐ ഡി വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ വാട്സാപ്പ് ഓർഡറുകൾ 2-3 പെൻഡിങ് ഉണ്ടായിരുന്നു, അതും അയക്കുന്നതാണ്. പിന്നെ ക്രീപ്പിംഗ് റോസ് വൈറ്റ് പറഞ്ഞവരുടെ ജസ്റ്റ് ഒന്ന് പെൻഡിങ് വെച്ചിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ അയച്ചു തരുന്നതായിരിക്കും.